ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? രാവിലെ ചായയൊക്കെ കുടിച്ച് ഞാനും അമ്മയും കൂടെ ചക്ക ഇടാൻ വേണ്ടി പറമ്പിലേക്ക് ഇറങ്ങിയതായിരുന്നേ. രാവിലത്തെ കാപ്പിക്ക് ഇന്ന് ചക്ക വേവിക്കാമെന്നായിരുന്നേ. ചക്ക ഇട്ടതും അത് ഏലത്തിന് ചുവട്ടിലേക്കാണേ വീണത്. ഏലം വല്ലതും പോയോ എന്നാണ് ഞങ്ങൾ ആദ്യം നോക്കിയേ. പോയാൽ പിന്നെ ഞങ്ങളുടെ കാര്യം തീരുമാനമായി. അമ്മയ്ക്കാണെങ്കിൽ പറമ്പിലെ ഏത് പ്ലാവിലെ ചക്കയാണ് വറുക്കാൻ നല്ലത്, വേവിക്കാൻ നല്ലത് എന്നൊക്കെ നല്ല തിട്ടമാണേ. അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കി മാത്രമേ ചക്ക ഇടാറുള്ളേ. അങ്ങനെ ചക്ക വെട്ടി ചെറിയ തുണ്ടികളാക്കി എടുത്തേ. ചക്ക വെട്ടുമ്പോൾ മുതലേ പശുവും കൂടി നിന്നും ചെറിയ മൂളിലും ഞെരുക്കമൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ടേ. ചക്കച്ചുളയെല്ലാം പെറുക്കി മാറ്റി ചക്ക മടൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് പശുവിന് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടേ. ഇല്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന കരച്ചിലും മൂളലും ഒക്കെ ആയിട്ട് നമുക്കൊരു സമാധാനം തരത്തില്ലേ. പണ്ടത്തെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു സൈഡിലിരുന്ന് ഞാൻ ചക്ക ഒരുക്കി തുടങ്ങിയേ. കൈയോടെ അമ്മ അരിഞ്ഞും തുടങ്ങി. ഇവിടെ എല്ലാവർക്കും ചക്ക വലിയ ഇഷ്ടമാണ്. തെച്ചുകൂട്ടൻ്റെ ഫേവറേറ്റ് ചക്കയാണ്. ഹസ്ബൻഡിനാണെങ്കിൽ ഉപ്പേരി വറക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമേ. അരപ്പരയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്കിനും കറണ്ടില്ല. സമയം കളയണ്ട എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കല്ലിൽ തന്നെ അങ്ങ് അരച്ചെടുത്തേ. അങ്ങനെ അരപ്പൊക്കെ അരച്ച് ചക്ക വേവിക്കാൻ വേണ്ടി വെച്ചേ. ഇന്ന് ചക്കയ്ക്ക് കൂട്ടാനായിട്ട് തുണ്ടൻമീൻ കൊണ്ടൊരു ചമ്മന്തി അരയ്ക്കാമെന്നാണേ. എനിക്ക് നല്ല എരിവുള്ള കാന്താരി മുളക് പൊട്ടിച്ച് കൂട്ടുന്നതാണ് കൂടുതൽ ഇഷ്ടമേ. ഉണക്കമീൻ ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അത് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് തുണ്ടൻ മീനും തേങ്ങയും മുളകും കൂട്ടി അമ്മിക്കല്ലിൽ നന്നായി ചതച്ചെടുത്തേ. അങ്ങനെ ഉണക്കമീൻ ചമ്മന്തി റെഡിയായേ. അങ്ങനെ ചക്ക വേവിച്ചതും ഉണക്കമീൻ ചമ്മന്തിയും മാങ്ങ അച്ചാറും പിന്നെ ഒന്ന് കുഴച്ചെടുക്കണമെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ തൈര് എടുത്തതാണ്. എനിക്ക് ഈ തൈരും കാന്താരി മുളകും ഉപ്പും കൂടെ മാത്രമായിട്ട് ചക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് 2-3 ചെടി റീപോർട്ട് ചെയ്യാനും കൂടി ഉണ്ടേ. ഇത് കഴിഞ്ഞ വർഷം നട്ടതാണേ. നട്ടിട്ട് അതൊന്ന് ഒരു മുരടിച്ച് നിൽക്കുവാണേ. അപ്പോൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടി വലിയ ചട്ടിയിലേക്ക് മാറ്റി നട്ട് നോക്കാം എന്ന് വിചാരിച്ചേ. എനിക്ക് ഈ ഇലച്ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇലച്ചെടികളൊക്കെ നല്ല ബുഷിയായിട്ട് വളർന്ന് നിൽക്കുന്നത് കാണാനല്ലേ നല്ല ഭംഗി കാണാൻ. ഇതിൻ്റെ ചട്ടി ഞാൻ മാറ്റുന്നില്ലേ, പകരം ചുവട്ടിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളേ.